രാജേഷ് ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. ഭാര്യ സിന്ധുവും മകൾ മീനുവും അടങ്ങുന്ന ചെറിയ ഒരു കുടുംബം. ദിവസം മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും കിട്ടുന്ന വരുമാനം വീട്ടുചെലവിന് പോലും തികയാറില്ല. എന്നാലും രാജേഷിന് വലിയ ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഒരു നാൾ സ്വന്തമായി ഒരു ഓട്ടോ വാങ്ങണം. വാടക ഓട്ടോ ഓടിച്ചും മടുത്തിരുന്നു. പക്ഷേ പണമെവിടെ? വീട്ടുചിലവ്, മകളുടെ പഠനം, കടങ്ങൾ എല്ലാം കൂടി ആ സ്വപ്നം അകലെയായി. ഒരു ദിവസം രാജേഷ് വീട്ടിൽ വന്നപ്പോൾ അലമാരയിൽ ഒരു ബാങ്കിലെ പാസ്ബുക്ക് കണ്ടു. അത് ഭാര്യ സിന്ധുവിൻ്റെ പേരിലുള്ളതായിരുന്നു. ആകാംക്ഷ കൊണ്ട് തുറന്നു നോക്കിയ രാജേഷ് ഞെട്ടിപ്പോയി. അക്കൗണ്ടിൽ ഏകദേശം 3 ലക്ഷത്തിലധികം രൂപ. അവൻ്റെ മുഖം മാറി. ഇത്രയും പണം എവിടെ നിന്നാണ്? അവൻ കോപത്തോടെ കാത്തിരുന്നു. വൈകുന്നേരമായപ്പോൾ സന്ധ്യ വന്നു. പാസ്ബുക്ക് അവളുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിൽ നിന്ന് ഒളിപ്പിച്ച പണം ശേഖരിക്കുകയായിരുന്നു നീ ഇതുവരെ? സിന്ധു ഒന്നും പറഞ്ഞില്ല. ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ നീ പണം ഒളിപ്പിക്കുകയായിരുന്നു അല്ലേ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അപ്പോഴും അവൾ ഒന്നും മിണ്ടിയില്ല. അടുത്ത ദിവസം രാജേഷ് ബാങ്കിൽ പോയി. അക്കൗണ്ടിലെ വിവരങ്ങൾ അന്വേഷിച്ചു ചെന്നപ്പോൾ ബാങ്ക് ജീവനക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവൻ ഞെട്ടിപ്പോയി. കഴിഞ്ഞ 5 വർഷമായി എല്ലാ മാസവും ചെറിയ തുകകളായി പണം നിക്ഷേപിച്ചിരുന്നു സിന്ധു. 500 രൂപ, 1000 രൂപ, 1500 രൂപ, ഇങ്ങനെ കുറച്ചായി. വലിയ തുകകളൊന്നുമില്ല. രാജേഷ് വീട്ടിലേക്ക് മടങ്ങി. അവിടെ ചെന്നപ്പോൾ മകൾ മീനു ഒരു ഫയൽ എടുത്തും അവന് നൽകി. അച്ഛാ, ഇത് അച്ഛനോട് അമ്മ പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞതാണ്. ഫയൽ തുറന്നപ്പോൾ രാജേഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അതിൽ ഒരു ഓട്ടോയുടെ ബ്രോഷർ, അതിനുള്ള അഡ്രസ് രസീത്, കൂടാതെ ഒരു കുറിപ്പും. എൻ്റെ രാജേഷിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം സ്വന്തമായി ഒരു ഓട്ടോയാണ്. എനിക്ക് സ്വർണം വേണ്ട, പുതിയ സാരി വേണ്ട. അവൻ്റെ സ്വപ്നം സഫലമായാൽ മാത്രം മതി. അതാണ് എൻ്റെ സന്തോഷം. രാജേഷിൻ്റെ കൈകൾ വിറച്ചു. അവൻ ഓർത്തു, ഉത്സവത്തിന് സാരി വാങ്ങാതിരുന്ന കാര്യം, ജന്മദിനത്തിന് സമ്മാനം ചോദിക്കാതിരുന്നത്, സ്വർണം വാങ്ങണമെന്ന് ഒരിക്കലും പറയാതിരുന്നത്, ഇതെല്ലാം ഈ സ്വപ്നത്തിനായിരുന്നു. രാജേഷ് അടുക്കളയിൽ നിന്ന് സിന്ധുവിൻ്റെ അടുത്തേക്ക് പതുക്കെ ചെന്നു. എന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. സിന്ധു അത്ഭുതത്തോടെ നോക്കി. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. അവളുടെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. രാജേഷ് അവളെ ചേർത്ത് പിടിച്ചു. ഈ ലോകത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നീയാണെന്ന് ഇന്ന് ആണ് എനിക്ക് മനസ്സിലായത്. 2 മാസം കഴിഞ്ഞ് വീട്ടുമുറ്റത്ത് പുതിയൊരു ഓട്ടോ എത്തി. റിബൺ കെട്ടിയ ആ ഓട്ടോയുടെ ചാവി സിന്ധു രാജേഷിൻ്റെ കയ്യിൽ കൊടുത്തു. അന്ന് രാജേഷിൻ്റെ കണ്ണുകളിൽ സന്തോഷ കണ്ണുനീരായിരുന്നു വന്നത്. കാരണം അത് ഒരു ഓട്ടോ മാത്രമായിരുന്നില്ല. ഭാര്യ വർഷങ്ങളോളം കാത്തു സൂക്ഷിച്ച സ്നേഹത്തിൻ്റെ സമ്മാനവും കൂടിയായിരുന്നു.